Hello everyone, welcome to my channel. ഇന്ന് നമുക്ക് പോളിനോമിയലിൻ്റെ എക്സസൈസ് ആണ്, അതായത് എക്സസൈസ് 2.2. ഓക്കെ, എക്സസൈസ് 2.2. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് value of the polynomial 5x minus 4x square plus 3 at the values കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് എക്സിൻ്റെ വാല്യൂസ്? ഒന്നാമത്തത് എക്സ് ഇസ് ഈക്വൽ ടു 0, രണ്ടാമത്തത് എക്സ് ഇസ് ഈക്വൽ ടു -1, മൂന്നാമത്തത് എക്സ് ഇസ് ഈക്വൽ ടു 2. ഇങ്ങനെ 3 വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു -1 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഈ 3 വാല്യൂസും എക്സിൻ്റെ വാല്യൂസ് ഈ പോളിനോമിയലിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിൻ്റെ വാല്യൂ കിട്ടുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം നമ്മൾ ആദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ പോളിനോമിയൽ എന്താണ്? നമുക്ക് ആദ്യം പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? 5x മൈനസ് 4x സ്ക്വയർ പ്ലസ് 3. അതാണല്ലോ പോളിനോമിയൽ തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം എക്സിൻ്റെ വാല്യൂ, അതായത് വാല്യൂ ഓഫ് എന്താണ്? വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എന്താണ്? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ എക്സിന് 0 എന്നുള്ള വാല്യൂ എടുക്കാം. അപ്പോൾ എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 5 × 0 മൈനസ് 4 × 0 സ്ക്വയർ പ്ലസ് 3 എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇതും 0, ഇതും 0, ഇതും 0. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? വാല്യൂ എന്താണ് കിട്ടുന്നത്? 3 ആണ്. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാണേണ്ടതെന്ന് വെച്ചാൽ എന്താണ്? വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എന്താണ്? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -1 ആണ്. അപ്പോൾ സെയിം ഇതേപോലെ തന്നെ നമ്മൾ എന്ത് കൊടുക്കുക? എഫ് ഓഫ് -1 ഇസ് ഈക്വൽ ടു എന്താണ്? 5 × -1, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ 5x അല്ലേ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 5 × -1 മൈനസ് 4 × -1 ഹോൾ സ്ക്വയർ പ്ലസ് 3 എന്ന് വരും അല്ലേ? അപ്പോൾ ഇതിവിടെ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് വരും? -5 മൈനസ് 4 പ്ലസ് 3. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? അതായത് 5ഉം ഒരു സെയിം സൈനുള്ള അത് നമ്മൾ ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ -5 പ്ലസ് -4 എന്ന് പറയുമ്പോൾ -9 പ്ലസ് 3 എന്ന് വരും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? -6 ആണ്. അപ്പോൾ എക്സിന് -1 കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -6 കിട്ടി. ഇനി അടുത്ത വാല്യൂ എന്താണ്? മൂന്നാമത്തെ വാല്യൂ ആണ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എന്താണ്? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂ കൊടുക്കുക. എഫ് ഓഫ് 5 × 2 മൈനസ് 4 × 2 സ്ക്വയർ പ്ലസ് 3 എന്ന് വരും അല്ലേ? അപ്പോൾ എന്ത് വരും? 5 × 2 എന്ന് പറഞ്ഞാൽ 10 മൈനസ് 4 × 2 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 4 × 4 എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? -3 അല്ലേ വരിക? അപ്പോൾ -3. ഇതാണ് എന്തെന്ന്? ഈ ഇക്വേഷൻ്റെ എക്സ് ഇത് വാല്യൂ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡ് പി ഓഫ് 0, പി ഓഫ് 1 ആൻഡ് എന്താണ്? ആൻഡ് പി ഓഫ് 2. ഇതിൻ്റെ മൂന്നിൻ്റെ, അതായത് പോളിനോമിയൽസിൻ്റെ വാല്യൂസ് കാണണം. എന്താണ് പോളിനോമിയലുടെ പി ഓഫ് 1, പി ഓഫ് 0, പി ഓഫ് 2 എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. പോളിനോമിയൽ ഡിഫറെൻ്റ് ആണ്. ഓരോ പോളിനോമിയലും ഈ 3 വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വേഷനാണ്, വാല്യൂസ് ആണ് നമുക്ക് കണ്ടത്. ആദ്യത്തെ എന്താണ്? ആദ്യത്തെ പോളിനോമിയൽ എന്ന് പറയുന്നത് പി ഓഫ് വൈ ഇസ് ഈക്വൽ ടു എന്താണ്? വൈ സ്ക്വയർ മൈനസ് വൈ പ്ലസ് 1 ആണ്. അപ്പോൾ ആദ്യത്തെ വാല്യൂ നമ്മൾ ഈ 0ഉം 1ഉം 2ഉം എല്ലാം നമ്മൾ ഇതിൽ ഓരോ പോളിനോമിയലും കൊടുത്തു നോക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ എന്താണ്? നമ്മൾ പി ഓഫ് 0, അതായത് വൈക്ക് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പോൾ ഈക്വൽ ടു എന്താണ്? അപ്പോൾ എന്ത് വരും? 0 സ്ക്വയർ മൈനസ് ഇവിടെ എന്താണ്? 1 ഉണ്ട് കേട്ടോ, മൈനസ് 0 പ്ലസ് 1. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് കിട്ടി നമുക്ക്? പി ഓഫ് 0 എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി അല്ലേ?
അതായത് ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടി, P(1)ൻ്റെ ഇതിൽ. ഇനി നമുക്ക് എന്താണ് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, രണ്ടാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തേത്, അതായത് നമുക്ക് രണ്ടിലല്ല P(1) കാണണം. നമ്മൾ P(1) കാണുമ്പോൾ എന്ത് വരും, 1² മൈനസ് 1+1 എന്ന് വരും. അതും എന്താണ്, ഇതൊക്കെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. ഇനി P(2) എന്ന് പറയുന്നത് എന്താണ്, P(2) = 2² മൈനസ് എന്താണ് 2+1 എന്ന് വരും. 2² മൈനസ് 2+1 അതെന്ന് പറഞ്ഞാൽ എന്താണ്, 4 മൈനസ് 2+1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഇതിലുള്ള ഓരോ വാല്യൂ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് നോക്കാം. അതായത് P(1)ന് P(3) വാല്യൂ കിട്ടി, P(1) എന്ന് പറയുന്നത് 1 എന്നും കിട്ടി. ഈ 3 വാല്യൂസാണ് നമുക്ക് ഈ P(1)ഉം P(0)ഉം P(2)ഉം കൊടുത്തപ്പോൾ ആദ്യത്തെ പോളിനോമിയൽ നമുക്ക് കിട്ടിയ വാല്യൂസാണ് 1, 1, 2, 3 എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് രണ്ടാമത്തെ പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താണ്, P(t). P(t) = എന്താണ്, 2 + t പ്ലസ് എന്താണ് 2t² മൈനസ് t³ എന്നാണ്. അപ്പം നമ്മൾ അതേ സെയിം മെത്തേഡ് തന്നെ, അതായത് നമ്മൾ P(0), P(1), P(2) ഈ ടിക്ക് ഓരോ വാല്യൂം കൊടുക്കുക. അപ്പം കൊടുക്കുമ്പോൾ എന്ത് വരും, ആദ്യത്തെ എന്താണ് P(0). P(0) എന്ത് വരും, 2 + 0, അതായത് 0 ടിക്ക് പകരം 0 2 + 0 പ്ലസ് എന്ത് വരും, 2 × 0² മൈനസ് 0³ എന്ന് വരും. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്, 2 ആണ്. ബാക്കിയൊക്കെ 0 ആയിപ്പോവും അല്ലേ. അടുത്തത് നമ്മളുടെ പറയുന്നത് എന്താണ്, P(1) ആണ് കാണാൻ പറയുന്നത്. P(1) എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, അതേപോലെ തന്നെ ആ വാല്യൂയിൽ കൊടുക്കുമ്പോൾ രണ്ടാമത്തെ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ 2 + t + 2t² മൈനസ് t³ അല്ലേ. അപ്പോൾ എന്ത് വരും, നമ്മൾ P(1) എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കുക, 2 + 1 + 2 × 1² മൈനസ് 1³ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 2 + 1 + 2 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. 4 എന്ന് പറഞ്ഞത് 2 + 1 + 2 മൈനസ് 1 = 4 എന്ന് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് എഴുതാനുള്ള, P(2) ആണ്. P(2) എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം, 2 + അതായത് ഈ പോളിനോമിയൽ എന്താണ്, പോളിനോമിയൽ എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തെ പോളിനോമിയൽ നമ്മൾ എന്താ പറഞ്ഞത്, 2 + t + 2t² t³ അല്ലേ. അപ്പോൾ അതുപോലെ അതിൽ കൊടുക്കുമ്പോൾ എന്ത് വരും, 2 + 2 പ്ലസ് എന്ത് വരും, 2 × 2² മൈനസ് 2³ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 2 + 2 + 8 മൈനസ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോളിനോമിയലിൻ്റെ ഇത് വരുന്നത് അല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ പോളിനോമിയൽ എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ പോളിനോമിയൽ എന്ന് പറയുന്നത് P(x) = x³ ആണ്. അപ്പോൾ നമ്മൾ ഓരോ വാല്യൂ കൊടുക്കുക. P(0) എന്താണ്, 0³ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. P(1) = 1³ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് P(2) = 2³ ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അപ്പോൾ മൂന്നാമത്തെ പോളിനോമിയൽ നമുക്ക് കിട്ടി. ഇനി നാലാമത്തെ പോളിനോമിയൽ എന്ന് പറയുന്നത് നമ്മൾ വേറൊരു കളർ വെച്ചിട്ട് ചെയ്താൽ നോക്കാം. അപ്പോൾ അടുത്ത നാലാമത്തെ എന്ന് പറഞ്ഞാൽ P(x) = എന്താണ്, x - 1 × x + 1 എന്നാണ്. അപ്പോൾ നമ്മൾ അടുത്ത P(0) കൊടുക്കുമ്പോൾ ഇതിൽ കൊടുക്കുമ്പോൾ എന്ത് വരും, 0 - 1 × 0 + 1 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, -1 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 എന്ന് വന്നു അല്ലേ. ഇനി രണ്ടാമത്തെ എന്താണ്, P(1) ആണ്. അപ്പോൾ 1 - 1 × 1 + 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, 0 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 0 എന്ന് വന്നു. ഇനി മൂന്നാമത്തെ എന്താണ്, P(2) ആണ്. P(2) എന്ന് പറഞ്ഞാൽ എന്താണ്, 2 - 1 അതായത് എക്സിന് 2 എന്നുള്ള വാല്യൂ കൊടുക്കുക, 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 3 എന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് എക്സസൈസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിലിടാം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ എക്സസൈസിലുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.